നമ്മളിപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് നിൽക്കുന്നത്. അരിങ്കൊല നടന്ന സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകം നടന്നതിൻ്റെ ഞെട്ടൽ മാറാതെ ഇരിക്കുകയാണ് ഈ നാട്ടുകാർ. എന്തായാലും ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ ഇളയ കുട്ടിയെ ഭയങ്കര സ്നേഹമായിട്ട് നോക്കിയ പയ്യനാണിത്. എപ്പോഴും ബുള്ളറ്റിൽ എടുത്തിരുത്തി കൊണ്ടുപോവുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അത് വീണ്ടും വീണ്ടും അവനെങ്ങനെ മകനെ പോലെ നോക്കിയ പയ്യനാണെന്നറിയും. പക്ഷേ അവരങ്ങനെ കുഴപ്പക്കാർ പയ്യന്മാരല്ല. ഈ മൂത്ത പയ്യനായാലും കുഴപ്പക്കാരനല്ല. കൂടുതൽ അമ്മയായിട്ട് നല്ല അടുപ്പമുള്ള പയ്യനായിരുന്നു. അമ്മയായിട്ട് നല്ല സ്നേഹമാണ്. അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ബാങ്കിൽ പോവുകയും അപ്പോൾ അവർ റിക്കവർ ഇപ്പോൾ ചെയ്തു. ഇതൊരു ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവരാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വാർഡിലായിരുന്നു ഇവരാദ്യം താമസിച്ചിരുന്നത്. എവിടെയായിരുന്നു? കുറ്റിമൂട് വാർഡിൽ തൊട്ടടുത്ത്. ഇപ്പം പുറത്തോട്ട് മാറി. നല്ല കുട്ടികളായിരുന്നു. ഇനി ഇടയ്ക്ക് വെച്ച് ഒത്തിരി കടമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്ന കടമായിരിക്കും. ഈ അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസറോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു 10 വർഷമായി. പയ്യൻ എന്തോ ഇടയ്ക്ക് വെച്ച് അമ്മയും ഈ വിസിറ്റിംഗ് വിസയിൽ അമ്മയും ഈ 2 മക്കളും കൂടി പോയിരുന്നതായിട്ട് എനിക്കറിയാം. ഇത്രയും വലിയൊരു കടബാധ്യത വരാനുള്ള കാരണം? കടബാധ്യത എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കടബാധ്യത അഥവാ ഇവിടെ പലരും പല സ്ഥലത്തായിട്ട് സംസാരിക്കുന്നുണ്ട്. കടബാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ചികിത്സയുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യത.